ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇത്രയും നാളും ജലജയെക്കുറിച്ച് മറച്ചു വെച്ചിരുന്ന ആ ഒരു വലിയ രഹസ്യം ആദർശ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നാഗേന്ദ്രനല്ല കുറ്റക്കാരനെന്നും അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി തൻ്റെ അപ്പച്ചയായ ജലജയാണെന്നും ഒക്കെ ഉള്ളത് ആദർശ് തിരിച്ചറിയുകയാണ്. അങ്ങനെ ആദർശിന് കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണ്. എല്ലാ തെറ്റും ചെയ്തിട്ടും ഒരു തെറ്റും ചെയ്യാത്തവളെ പോലെ അനന്തപുരിയിൽ സുഖിച്ച് ജീവിക്കുകയാണ് ജലജ. എന്നാൽ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും തല്ലുമൊക്കെ കിട്ടിയ ആളാണ് നാഗേന്ദ്രൻ. ശരിക്കും നാഗേന്ദ്രൻ നല്ലൊരു മനുഷ്യനാണെന്നും നല്ല മനസ്സിനുടമയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദർശ് തിരിച്ചറിയുന്ന സമയത്ത് ആദർശിന് തന്നെ നാഗേന്ദ്രനോട് ഒരു ചെറിയ സഹതാപമൊക്കെ തോന്നുകയാണ് കേട്ടോ. കാരണം ഒരു തെറ്റും ചെയ്യാതെയാണല്ലോ ഇത്രയും നാളും മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരുടെയും ആക്ഷേപവാക്കുകളും കുറ്റപ്പെടുത്തലുകളും അതുപോലെ പരിഹാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അന്ന് അപ്പച്ചി ചെയ്ത തെറ്റെല്ലാം തൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുക മാത്രമല്ലല്ലോ ചെയ്തത്. മുത്തശ്ശൻ അതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലും അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് മുത്തശ്ശൻ ഒന്ന് കേൾക്കാൻ കൂടി തയ്യാറായില്ല. അങ്ങനെ ആകെ മനസ്സ് വിഷമിച്ച് തന്നെയാണ് നാഗേന്ദ്രൻ അനന്തപുരിയുടെ പടി ഇറങ്ങി പോകുന്നതും. അങ്ങനെ നിരപരാധിയായ നാഗേന്ദ്രന്റെ വാക്കുകൾ ഒന്നും കേൾക്കാൻ മുത്തശ്ശൻ കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് ആ സത്യങ്ങളൊന്നും അവിടെ വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. കൂടാതെ തന്നോട് ഇതുപോലെ ഒരു ചതി ചെയ്ത ഭാര്യയായ ജലജയോടും അയാൾക്ക് ഭയങ്കര ശത്രുത തോന്നുകയാണ്. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ജലജയോടും മുത്തശ്ശനോടും അനന്തപുരി തറവാടിനോടും അനന്തപുരിയിലുള്ള എല്ലാവരോടും അയാൾക്ക് വലിയൊരു ശത്രുത തന്നെ ഉണ്ടായതെന്നൊക്കെ അയാൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാൻ കാരണം അപ്പച്ചയാണ്. അപ്പച്ചി ചെയ്ത തെറ്റ് കാരണമാണ് ഇതുപോലൊരു തെറ്റിദ്ധാരണ ഉണ്ടായത്. അതുകൊണ്ടാണ് അയാൾക്ക് ഇത്രയും ശത്രുത അനന്തപുരി തറവാടിനോടും മുത്തശ്ശനോടും ഒക്കെ. എന്തായാലും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു ചതി നടന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യ രഹസ്യങ്ങളൊന്നും മുത്തശ്ശനോ അച്ഛനോ ഇളയച്ചനോ ഒന്നും അറിഞ്ഞിട്ടില്ല. അവരെ ഈ സത്യങ്ങളെല്ലാം അറിയിക്കണം. നാഗേന്ദ്രന്റെ നിരപരാധിത്വം മുത്തശ്ശനെ ബോധ്യപ്പെടുത്തണം. അന്ന് ആ നെക്ലേസിന്റെ പിന്നിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അപ്പച്ചിയാണെന്നുള്ളതും എല്ലാവരുടെയും മുമ്പിൽ തുറന്നു പറയണമെന്നൊക്കെ ആദർശ് എന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ തിരികെ അനന്തപുരിയിലെത്തുന്ന ആദർശ് മുത്തശ്ശനോടും അതുപോലെ ജയനോടും അജയനോടും ദേവയാനോടും ഒക്കെ ഈ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അറിഞ്ഞത് നമ്മുടെ ജ്വല്ലറിലെ പഴയ ഒരു സ്വർണ്ണപ്പണിക്കാരനായ ശങ്കരേട്ടനില്ലേ, ആ ശങ്കരേട്ടനിൽ നിന്നാണ് ഞാൻ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയതെന്ന് ആദർശ് പറയുന്നുണ്ട്. അന്നത്തെ ആ സംഭവത്തിന് പിന്നിൽ നമ്മളറിയാത്ത കുറച്ച് രഹസ്യങ്ങൾ കൂടി ഉണ്ട് മുത്തശ്ശ. അന്ന് ആ നെക്ലേസിന് പിന്നിലുണ്ടായ സംഭവങ്ങൾക്കൊന്നും കാരണം നാഗേന്ദ്രനല്ല. നാഗേന്ദ്രൻ ആ വിലപിടിപ്പുള്ള മാല മുറിയിൽ കൊണ്ട് വെക്കുമ്പോൾ പോലും സ്വന്തം ഭാര്യയെ വിശ്വാസമായിരുന്നു. അവിടെയും അപ്പച്ചിയുടെ കുരുട്ട് ബുദ്ധി പ്രയോഗിച്ചു. കാഴ്ചയിൽ അതേപോലെ സാമ്യം തോന്നിക്കുന്ന മറ്റൊരെണ്ണം പണിയിപ്പിച്ച് ഒറിജിനലിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് നെക്ലേസ് ആണ് അവിടെ നിന്ന് വെച്ചിരുന്നത്. എന്നിട്ട് ഒറിജിനൽ ലോക്കറിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. തന്റെ ഭാര്യയുടെ ചതി മനസ്സിലാക്കാതെ ഇതൊന്നും അറിയാതിരുന്ന നാഗേന്ദ്രൻ അത് ജ്വല്ലറിയിൽ കൊണ്ടുപോയി വെക്കുകയും അത് വിറ്റുപോവുകയും ചെയ്തു. എന്നാൽ അവർ ആ നെക്ലേസ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞ് തിരിച്ച് ജ്വല്ലറിയിൽ എത്തിയപ്പോൾ പോലും അയാൾക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അയാൾ അതിന്റെ പിന്നാലെ ഒരു അന്വേഷണം നടത്തി. അങ്ങനെ ബാങ്ക് മാനേജറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് ജലജ അപ്പച്ചി എന്തോ സ്വർണം ലോക്കറിൽ കൊണ്ട് വെക്കാനായിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞത്. അങ്ങനെ തന്റെ ഷെൽഫിലുണ്ടായിരുന്ന ആ വിലപിടിപ്പുള്ള നെക്ലേസ് മോഷ്ടിച്ചത് ജലജയാണെന്ന് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്തു. തിരിച്ച് വീട്ടിലേക്ക് എത്തിയ അയാൾ ആദ്യം തന്നെ അപ്പച്ചിയെ ചോദ്യം ചെയ്തെങ്കിലും അപ്പച്ചി അവിടെ അപ്പച്ചിയുടെ തന്ത്രം പുറത്തെടുക്കുകയായിരുന്നു. ഇത്രയും വിലപിടിപ്പുള്ള ഭംഗിയായ ആ ഒരു നെക്ലേസ് കണ്ടിട്ട് എനിക്കത് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. അതിന് പകരം മറ്റൊന്ന് പണിയിപ്പിച്ച് അവിടെ ഷെൽഫിൽ വെച്ചത് ഞാൻ തന്നെയാണ്. ഇതറിഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാം എന്നെ കൊന്നുകളയും. പ്രത്യേകിച്ച് അച്ഛൻ്റെ കാര്യം അറിയാവുന്നതല്ലേ. അച്ഛൻ അറിഞ്ഞാൽ എന്നെ വെറുതെ വെച്ചേക്കുകയല്ല. അതുകൊണ്ട് ഇപ്രാവശ്യം എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ അപ്പച്ചി തന്നെ നാഗേന്ദ്രനോട് അപേക്ഷിക്കുകയായിരുന്നു. ഒരിക്കലും ആ നെക്ലേസ് വിൽക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതൊരു പ്രദർശനത്തിന് വേണ്ടി നമ്മുടെ ജ്വല്ലറിൽ തന്നെ വെക്കാനാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ എന്നോർത്ത് ഞാൻ അങ്ങനെ ഒരു തീരുമാനം നടത്തിയത്. എനിക്ക് അതിനോട് അത്രയ്ക്ക് ആഗ്രഹം തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇല്ലെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പെരുവഴിയിലാകും എന്നൊക്കെ പറഞ്ഞ് ജലജ ഒരുപാട് അഭിനയിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നാൽ തൻ്റെ ഭാര്യയ്ക്ക് ഒരു അബദ്ധം പറ്റി പോയതാണെന്നൊക്കെ ഓർത്തിട്ട് തന്നെയാണ് നാഗേന്ദ്രൻ അതിനെ ക്ഷമിക്കുകയും എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത ആ ഒരു ഉറപ്പിന്മേല് നാഗേന്ദ്രൻ മുത്തശ്ശൻ്റെ മുമ്പിൽ സ്വയം കുറ്റമേൽക്കുകയും തനിക്കൊരു അബദ്ധം പറ്റി പോയതാണെന്നുള്ള രീതിയിൽ എല്ലാ കുറ്റപ്പെടുത്തലുകളും അതുപോലെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് തല്ലൊക്കെ മേടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ആദർശധീരനായ മുത്തശ്ശന് ഇങ്ങനെ ഒരു അപമാനം സഹിക്കേണ്ടി വന്നുകൊണ്ട് തന്നെ അയാൾ എന്തു പറഞ്ഞിട്ടും അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കിയുമില്ല. ജയനും അജയനും മുത്തശ്ശനും ഉൾപ്പെടെ എല്ലാവരും അയാളെ കുറ്റപ്പെടുത്തുകയും അയാളെ ജ്വല്ലറിയിൽ തന്നെ പുറത്താക്കുകയും മാനസികമായി ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു കേട്ടോ. അവസാനം തറവാട്ടിൽ തന്നെ ഇറങ്ങിപ്പോകാൻ അയാളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ നേരിടേണ്ടി വന്നാലും എൻ്റെ കൂടെ നീ നിൽക്കണം എന്നൊക്കെ നാഗേന്ദ്രൻ ജലജയോട് പറഞ്ഞെങ്കിലും ജലജ ആ സമയത്ത് നേരെ പ്ലേറ്റ് തിരിക്കുകയാണ് കേട്ടോ.
എല്ലാവരുടെ മുമ്പിൽ വെച്ച് മുത്തശ്ശൻ അയാളെ അവിടുന്ന് ആട്ടി ഇറക്കുമ്പോൾ ജലജ തൻ്റെ കൂടെ മക്കളെയും കൂട്ടി ഇറങ്ങി വരുമെന്നാണ് അയാൾ വിചാരിച്ചത്. ആ സമയത്തും നാഗേന്ദ്രന്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. തന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലും ജലജ കൂടെ ഉണ്ടാകുമെന്നും അവരോടൊക്കെ ഒരു അബദ്ധം പറ്റി പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിച്ച് തന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കുമെന്നും അതുപോലെ ജലജ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നൊക്കെ ഓർത്തു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും തന്നെ നടന്നുമില്ല. ജലജ ചെയ്ത തെറ്റെല്ലാം ഏറ്റു പറഞ്ഞിട്ട് പോലും ജലജ അയാളെ തള്ളി പറയുകയാണ് ചെയ്തത്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, ഈ പിള്ളേരെയും കൊണ്ട് ഞാൻ എങ്ങോട്ടേക്ക് വരാനാ? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ നിങ്ങളുടെ കൂടെ വരുന്നത്? നിങ്ങളല്ലേ തെറ്റ് ചെയ്തത്, അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെയല്ലേ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടത്? ഞാൻ എൻ്റെ പിള്ളേരെയും കൂട്ടി എന്തിനാ വരുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ജലജ ചോദിക്കുകയാണ്. അപ്പോൾ നാഗേന്ദ്രന് ശരിക്കും ഒരു അടി കിട്ടിയ ഫീലിംഗ് ഉണ്ടാവുകയാണ്. കാരണം കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച ഭാര്യ തന്നെ ഇപ്പോൾ തള്ളി പറയുകയാണ്. അവളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ചെയ്ത തെറ്റിനെ പോലും ഞാൻ ഏറ്റെടുത്തത്. എന്നിട്ടും അവൾ എന്നെ തള്ളി പറയുകയാണല്ലോ ചെയ്തതെന്ന് ഓർക്കുമ്പോൾ ജലജയോട് അയാൾക്ക് ഭയങ്കര ദേഷ്യവും വെറുപ്പും ശത്രുതയൊക്കെ തോന്നുകയാണ് ആ സമയത്ത് തന്നെ. അങ്ങനെ ജലജ തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് അയാൾക്ക് ശരിക്കും മനസ്സിലാവുകയാണ്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഈ തിരിമറിക്ക് പിന്നിൽ തനിക്ക് ഒരു പങ്കുമില്ലെന്നും ഒക്കെ നാഗേന്ദ്രൻ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കാതെ അയാളോട് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുകയാണ്. നിന്നെപ്പോലുള്ള ചതിയന്മാരെ ഒന്നും ഈ തറവാട്ടിലോ ജ്വല്ലറിയിലോ പോലും കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെയുള്ള ആക്ഷേപ വാക്കുകളൊക്കെ ഉപയോഗിച്ച് അയാൾ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് മനസ്സ് വേദനിച്ച് തന്നെയാണ് നാഗേന്ദ്രൻ അന്ന് ആ തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോയതും. അങ്ങനെ നാഗേന്ദ്രൻ അവിടുന്ന് പോയതിനു ശേഷവും ജലജയ്ക്ക് യാതൊരുവിധ സങ്കടവും വിഷമവും ഒന്നുമില്ല കേട്ടോ. ജലജയുടെ മനസ്സിൽ മുഴുവൻ അനന്തപുരിയിലെ പണവും സ്വത്തുക്കളും അതുപോലെ സ്വർണങ്ങളും മാത്രമാണ്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, ഇയാളുടെ കൂടെയാണല്ലോ ഞാൻ ഇത്രയും നാളും ജീവിച്ചതെന്ന് ഓർക്കുമ്പം എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. ഇങ്ങനെ ഒരു ചതിയൻ്റെ കൂടെ ആയിരുന്നല്ലോ ദൈവമേ ഞാൻ ഇത്രയും നാളും ജീവിച്ചത്. എന്നാലും ജ്വല്ലറിൽ ഇങ്ങനൊരു തിരുമറി നടത്താൻ അയാൾക്ക് എങ്ങനെ തോന്നിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ മുഖമെങ്കിലും അയാൾ നോക്കേണ്ടതല്ലായിരുന്നോ? ഉടനെ മുത്തശ്ശിയും ദേവയാനിയൊക്കെ ചോദിക്കുന്നുണ്ട്, ജലജെ നീ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിന്റെ ഭർത്താവാണ് ഈ വീടിന്റെ പടി ഇറങ്ങി പോയത്. അയാൾ എത്രയൊക്കെ തെറ്റു ചെയ്താലും അയാൾ നിന്റെ ഭർത്താവ് തന്നെയല്ലേ ജലജെ? അതിൽ നിനക്കൊരു സങ്കടവും ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ജലജ പറയുന്നുണ്ട്, എനിക്കതിലൊരു വിഷമവും ഇല്ല. അയാൾ തെറ്റ് ചെയ്തിട്ടില്ല അയാളെ അച്ഛൻ പുറത്താക്കിയത്. തെറ്റ് ചെയ്തവർ പുറത്തു പോകണം. തെറ്റ് ചെയ്ത ആരാണേലും അതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കണ്ടേ? അപ്പോൾ പിന്നെ അയാൾ അതിന് അർഹനാണ്. ജ്വല്ലറിയിൽ ഇങ്ങനെയുള്ള തിരിമറികളൊക്കെ നടത്തുന്ന ഒരാളെ ഈ വീട്ടിൽ താമസിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ജലജയും കൈ ഒഴിയുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ കഴിഞ്ഞാൽ പിന്നെ മൂർത്തിസ് ജ്വല്ലറിയുടെ എല്ലാം ആയിരുന്ന നാഗേന്ദ്രനെ മുത്തശ്ശൻ തന്നെ ഒരു കറിവേപ്പില പോലെ തെറ്റിദ്ധാരണയുടെ പുറത്ത് വലിച്ചെറിയുകയാണ്. അനന്തപുരി തറവാട്ടിൽ നിന്നും മൂർത്തിസ് ജ്വല്ലറി നോക്കി ഇറക്കി വിട്ടതിന് ശേഷം അയാളെ പിന്നെയും അയാളുടെ നിരപരാധം തെളിയിക്കാനുള്ള പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. മുത്തശ്ശൻ്റെ ഉറ്റ സുഹൃത്തുക്കളായവരോടൊക്കെ സംസാരിച്ച് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും നടന്ന സംഭവങ്ങൾ പറയാനും അയാൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ ഇങ്ങനെയുള്ള കൺവിൻസിങ്ങിനൊന്നും വഴങ്ങില്ലെന്ന് പറഞ്ഞ് അവരും അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടായുമില്ല. മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയമായിട്ട് തന്നെ മുത്തശ്ശനെ പല പ്രാവശ്യം കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ ആ ഭാഗത്തേക്ക് പോലും അയാളെ അടുപ്പിച്ചില്ല. ഒന്നും കേൾക്കാനും കൂട്ടാക്കിയില്ല. തന്നെയുമല്ല ഭാര്യയെ മക്കളെയും കാണാനായിട്ട് ഇനി അനന്തപുരി തറവാട്ടിലേക്ക് കടന്നു പോകരുതെന്നും പറഞ്ഞ് അയാളെ ഒന്നുമില്ലാത്തവനെ പോലെ അടച്ചാക്ഷേപിക്കുകയും ചെയ്തു മുത്തശ്ശൻ. അതൊക്കെ കൊണ്ടാണ് നാഗേന്ദ്രന് മൂർത്തി മുത്തശ്ശനോടും ജലജയോടും ഇത്രയധികം പക തോന്നാൻ കാരണം. തൻ്റെ കൂടെ നിൽക്കേണ്ട തൻ്റെ ഭാര്യ പോലും തന്നെ താഴ്ത്തിക്കെട്ടാനാണ് നോക്കിയത്. എല്ലാ കുറ്റവും തൻ്റെ തലയിൽ വെച്ച് തന്നെ അവളെ ഉപേക്ഷിക്കാൻ പോലും തയ്യാറായി നിൽക്കുകയാണല്ലോ എന്നൊക്കെ ഓർത്ത് അയാളുടെ മനസ്സൊരുപാട് വിഷമിക്കുകയും ചെയ്തു. എന്തിന് തൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കാൻ പോലും ജലജ സമ്മതിച്ചിരുന്നില്ല. എല്ലാ തരത്തിലും തോറ്റുപോയവനെ പോലെ അയാൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് അയാൾ നേരെ ദുബായിക്ക് പോകുന്നതും അവിടെ വലിയ തരക്കേടില്ലാത്ത ഒരു ജോലി കണ്ടുപിടിച്ച് അയാൾ അവിടെ കയറുന്നതും. ജ്വല്ലറി മേഖലയിൽ തന്നെ ജോലി ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് അയാളും ഒരു ജ്വല്ലറിയിൽ തന്നെ സെയിൽസ്മാൻ ആയിട്ടാണ് കേട്ടോ കയറുന്നത്. മൂർത്തിസ് ജ്വല്ലറിയിൽ എങ്ങനെയാണോ നാഗേന്ദ്രൻ ഓരോ കാര്യങ്ങളും ചെയ്തത് അതേപോലെ തന്നെ സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും ആ ജ്വല്ലറിയിലും അയാൾ അയാളുടെ കഴിവുകൾ തെളിയിക്കുകയായിരുന്നു. അങ്ങനെ ആ ജ്വല്ലറിയുടെ ഓണറുമായിട്ട് പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലാവുകയും അധികം വൈകാതെ തന്നെ ആ ജ്വല്ലറിയുടെ എല്ലാമായി അയാളുടെ വിശ്വസ്ത കൂട്ടുകാരനായി അയാൾ മാറുകയും ചെയ്തു. അവിടെ നിന്നുകൊണ്ട് തന്നെ നാഗേന്ദ്രൻ അയാളുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങിയിരുന്നു. പടിപടിയായി അയാൾ മുന്നോർക്കേണ്ടേയിരുന്നു. തന്നെ ചതിച്ചവരോടും തൻ്റെ ജീവിതം ഇല്ലാതാക്കിയവരോടും പകരം ചോദിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെ അയാളും ചതിയുടെ അതേ മാർഗത്തിലൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിക്കൊണ്ട് തന്നെ അയാൾ അയാളുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുകയാണ്. എങ്ങനെയാണെങ്കിലും ശരി മൂർത്തിസ് ജ്വല്ലറിയെക്കാളും വലിയൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കണം. അനന്തപുരി തറവാടിനേക്കാളും വലിയൊരു കൊട്ടാരം തന്നെ പണിയണം. എല്ലാ തരത്തിലും അവരുടെയൊക്കെ മുകളിലെത്തണം. ഒരു തരത്തിലും ഇനി ഞാൻ പിന്നോട്ട് പോകാൻ പാടില്ല. ഞാൻ അനുഭവിച്ച വേദനകൾക്കും അപമാനങ്ങൾക്കും ഒക്കെ പകരം ചോദിക്കണം. എന്നെ അവർ കുത്തി നോവിച്ച ഓരോ പോയിന്റിലും തിരിച്ച് അതേപോലെ തന്നെ അവർക്ക് മറുപടി കൊടുക്കണം. ആ കണക്ക് ചോദിക്കണം എന്നൊരൊറ്റ വാശി മാത്രമായിരുന്നു നാഗേന്ദ്രയുടെ മനസ്സിലുണ്ടായിരുന്നത്. അനന്തമൂർത്തിയെക്കാളും ഏറ്റവും കൂടുതൽ നാഗേന്ദ്രന് പകയും വെറുപ്പുള്ളത് ജലജയോട് തന്നെയാണ് കേട്ടോ.
കാരണം അയാൾ ഇപ്പോഴും ജലജയുടെ വാക്ക് കേട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. സത്യത്തിൽ അന്ന് അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് കണ്ടുപിടിക്കാൻ പോലും അയാളൊരു മനസ്സ് കാണിച്ചില്ല. പക്ഷേ ജലജ, അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോണില്ല. അവളോട് തന്നെ ഞാൻ ഇതിന് പകരം ചോദിക്കുന്നുള്ള ഒരു ഭയങ്കര വെറുപ്പും, അവളോട് തന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ കണക്ക് ചോദിക്കും എന്നുള്ളൊരു ഭയങ്കര വൈരാഗ്യം തന്നെയാണ് നാഗേന്ദ്രയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. എല്ലാം താൻ വിചാരിച്ച പോലെ തന്നെ നടന്നതിന് ശേഷം അനന്തപുരി തറവാട്ടിലെ കാരണവരുടെ മുമ്പിലേക്ക് പോയി നിൽക്കണം. എന്നിട്ട് അയാളോട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. ഞാൻ അനുഭവിച്ച അപമാനങ്ങൾക്കും വേദനകൾക്കും ഒക്കെ ഓരോന്നോരോന്നായി പകരം ചോദിക്കണം. ഇത്രയും വർഷം ആരോരുമില്ലാത്തവനെ പോലെ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്നുള്ളത് അവരും കൂടി അറിയണം. അല്ലെങ്കിൽ ഞാൻ അവരെ അറിയിക്കും. അതിനുള്ള സന്ദർഭങ്ങൾ ഞാൻ ഉണ്ടാക്കും. അനന്തമൂർത്തി അയാൾക്ക് പറ്റിയ തെറ്റിനെ ഓർത്ത് ദുഃഖിക്കണം, കരയണം. കൊച്ചുമക്കളെ ഓർത്ത് അയാൾ വിഷമിച്ചിരിക്കുന്ന എനിക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ നാഗേന്ദ്രയും വിചാരിക്കുന്നുണ്ട്. ജലജയോ കുഞ്ഞിലെ എൻ്റെ മക്കളെ ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല. ഇപ്പോഴും അവരുടെ കണ്ണിൽ അവരെ ഉപേക്ഷിച്ചു പോയ ഒരു പിതാവ് മാത്രമാണ് ഞാൻ. എൻ്റെ മക്കളെ ഉപേക്ഷിച്ചതോ എൻ്റെ മക്കളെ ചതിച്ചതോ ഞാനല്ലെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. ജലജയുടെ കൈകളിൽ നിന്നും എൻ്റെ മക്കളെ ഞാൻ തിരിച്ചു പിടിക്കും. അതായിരിക്കും അവക്കുള്ള ശിക്ഷ. കാലക്രമേണ ജലജയുടെ സ്വഭാവം എന്താണെന്നുള്ളത് അവരും കൂടി മനസ്സിലാക്കണം. സ്വത്തിനും പണത്തിനുമാണ് അവളുടെ മനസ്സിൽ ഒന്നാം സ്ഥാനം. അതിനുശേഷം മാത്രമേ ഉള്ളൂ ബന്ധങ്ങൾക്ക് സ്ഥാനം. അതെൻ്റെ മക്കളെ എത്രയും പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടുത്തണം. അവരുടെ അമ്മയ്ക്ക് കാശിനോടല്ലാതെ മറ്റൊന്നിനോടും തന്നെ സ്നേഹമില്ലെന്നുള്ളത് എൻ്റെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നൊക്കെ നാഗേന്ദ്രൻ ചിന്തിക്കുന്നുണ്ട്. ഇത്രയും നാളായിട്ടും അനന്തപുരി തറവാടുമായിട്ടോ അവിടെയുള്ള ആരുമായിട്ടോ ഒരു കണക്ഷനും ഇല്ലാതെയാണ് നാഗേന്ദ്രൻ ജീവിച്ചത്. എന്നാൽ അനന്തപുരിയിലെ എല്ലാ കാര്യങ്ങളും എല്ലാ വിശേഷങ്ങളും രഹസ്യമായി തന്നെ നാഗേന്ദ്രൻ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് തൻ്റെ മകൾ അവന്തിക അയർലൻഡിലേക്ക് തുടർ പഠനം പഠിക്കാനായി പോയെന്നുള്ള വിവരങ്ങളൊക്കെ നാഗേന്ദ്രൻ അറിയുന്നതും. അങ്ങനെ അവന്തികയുമായി ഒരു കണക്ഷൻ വെക്കുകയും അമ്മയുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവന്തികയെ നാഗേന്ദ്രയോടൊപ്പം ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അനന്തപുരിയിലുള്ളവരെ പാടെ തകർക്കാൻ വേണ്ടി അവന്തികയെ തന്നെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട് നാഗേന്ദ്രൻ. അങ്ങനെയാണ് പതിയെ പതിയെ എൻ ജ്വല്ലറി നാട്ടിലും തുറന്നതിന് ശേഷം അബി അങ്ങോട്ടേക്ക് മാനേജറാക്കുകയും പിന്നീട് അബിയെ നാഗേന്ദ്രന്റെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അങ്ങനെ നാഗേന്ദ്രനിൽ നിന്ന് തന്നെ കുറച്ച് സത്യങ്ങളൊക്കെ അവന്തികയും അബിയും മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയും നാളും അമ്മ പറഞ്ഞതുപോലെ അച്ഛനല്ല അമ്മയെ ഉപേക്ഷിച്ചു പോയത്. ഇത്രയും നാളും അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് വെറും നുണകളായിരുന്നു. ശരിക്കും അമ്മ തന്നെയാണ് ഇവിടെ എല്ലാ തെറ്റുകളും ചെയ്തത്. അമ്മയുടെ കയ്യിലാണ് കുഴപ്പങ്ങളുള്ളത്. അച്ഛൻ നിരപരാധിയാണ്. അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതല്ലെന്നും നിവർത്തികേട് കൊണ്ട് അച്ഛൻ ആ തറവാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നതാണെന്നും ഒക്കെയുള്ളത് അബിയും അവന്തികയും മനസ്സിലാക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ ആഗ്രഹിച്ച പോലെ തന്നെ രണ്ട് മക്കളും തൻ്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നതെന്നുള്ളത് നാഗേന്ദ്രയ്ക്ക് അറിയാം. എന്നാൽ അനന്തപുരിയിൽ ജലജ ഒറ്റപ്പെട്ട് നിൽക്കണമെന്നും അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അതാണെന്നും ഒക്കെ നാഗേന്ദ്രൻ പറയുക കേട്ടോ. എൻ ജ്വല്ലറി എന്ന സാമ്രാജ്യം ഏത് വിധേന നാഗേന്ദ്രൻ കെട്ടിപ്പൊക്കിയതാണെങ്കിലും മൂർത്തി ജ്വല്ലറിയോട് ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ജ്വല്ലറി തന്നെയാണ് എൻ ജ്വല്ലറിയും. അങ്ങനെ നാഗേന്ദ്രയുടെ എല്ലാ കാര്യങ്ങളും ശങ്കരേട്ടനിൽ നിന്ന് മനസ്സിലാക്കിയ ആദർശ് ഈ കാര്യങ്ങളെല്ലാം തന്നെ എൻ ജ്വല്ലറി എന്ന സാമ്രാജ്യം ഉണ്ടാകാനിടയായ കാരണങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ തറവാട്ടിലുള്ളവരോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ് ആദർശ്. അതിനുശേഷം നാഗേന്ദ്രയുടെ ഈ അവസ്ഥയൊക്കെ ഓർക്കുമ്പം ആദർശിനൊരു സഹാനുഭൂതിയൊക്കെ തോന്നുകയാണ് നാഗേന്ദ്രയോട്. ആദർശ് പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം അപ്പച്ചിയാണ്. അന്നും ഇന്നും അപ്പച്ചിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. ദുഷ്ടത മാത്രമേ അപ്പച്ചിയുടെ മനസ്സിലുള്ളൂ. സ്വന്തം ഭർത്താവിനെ പോലും ചതിയിലൂടെ പുറത്താക്കിയ ആളാ അപ്പച്ചി. ആ ആളെയാണ് നമ്മൾ ഇത്ര നാളും തറവാട്ടിൽ നിർത്തിയത്. അബിയുടെ സ്വഭാവം ഇങ്ങനെയായത് അപ്പച്ചി കാരണമാ. അപ്പച്ചിയുടെ സ്വഭാവം അബിക്ക് കിട്ടിയിരിക്കുന്നത്. ചതിയും വഞ്ചനയും തിരിമറിയും ഇതൊക്കെ അപ്പച്ചിയുടെ രക്തത്തിലുള്ളതാ, അല്ലാതെ നാഗേന്ദ്രയുടെ അല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇതൊന്നും നമ്മൾ വിചാരിച്ച പോലെ അല്ല. നാഗേന്ദ്രൻ നമ്മൾ വിചാരിക്കും പോലെ അത്ര വലിയ ദുഷ്ടമനസ്സുള്ള ആളൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ അപ്പച്ചിയുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റുകളെല്ലാം അയാൾ സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തത്, അപ്പച്ചിക്കും മക്കൾക്കും വേണ്ടിയിട്ട്. എന്നിട്ട് ആ അപ്പച്ചി തന്നെ അയാളെ ചതിക്കുകയും ചെയ്യുകയായിരുന്നു. അതുപോലെ തന്നെ മുത്തശ്ശനാണെങ്കിലും അയാൾ പറയുന്ന ഒന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അയാളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കുകയല്ലേ ചെയ്തത്. അന്നങ്ങനെ അയാൾക്ക് പറയാനൊരു അവസരം കൊടുത്തിരുന്നെങ്കിൽ ഈ സത്യങ്ങളൊക്കെ അന്ന് തന്നെ വെളിപ്പെട്ടേനെ മുത്തശ്ശ. പക്ഷേ ഒരു കാര്യം ഓർത്താ, അയാൾക്ക് ഇത്രയും നാളും നഷ്ടമായ ജീവിതം തിരികെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അയാളുടെ 23 വർഷമല്ലേ ഇങ്ങനെ പോയത്. അപ്പച്ചി ചെയ്ത തെറ്റ് കാരണം സ്വന്തം മക്കളെ പോലെ ഒന്നും കാണാൻ കഴിയാതെയാ അയാൾ ഇത്രയും കാലം തള്ളി നീക്കിയത്. അതൊക്കെ വെച്ച് നോക്കുമ്പം അയാളുടെ മനസ്സിൽ എത്രത്തോളം വിഷമം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ മുത്തശ്ശ. എന്നാൽ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ഇവിടെ അറിഞ്ഞിരിക്കുന്ന കഥകളെല്ലാം വേറെയല്ലേ. നാഗേന്ദ്രയാണ് എല്ലാവരും ചതിച്ചെന്നല്ലേ അപ്പച്ചി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നയനയും പറയുന്നുണ്ട്, അതേ മുത്തശ്ശ, അപ്പച്ചി എപ്പോഴും അപ്പച്ചിയുടെ കാര്യം മാത്രമേ നോക്കാറുള്ളൂ. മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ ആയാലും അതൊന്നും അപ്പച്ചിയെ ബാധിക്കില്ല. സ്വന്തം മക്കളുടെ ജീവിതം പോലും എങ്ങനെ പോയാലും അവർക്കൊരു കുഴപ്പമില്ല. അവരുടെ ജീവിതം സേഫ് ആക്കുക, അത്ര മാത്രമേ ഉള്ളൂ അവരുടെ മനസ്സിൽ. അല്ലെങ്കിൽ 23 വർഷം മുമ്പ് സ്വന്തം ഭർത്താവിനോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമായിരുന്നോ? അപ്പച്ചിയോടുള്ള വിശ്വാസം കാരണമാണ് അപ്പച്ചി ചെയ്ത തെറ്റ് നാഗേന്ദ്രൻ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞ് അയാൾ ഏറ്റെടുത്തത്. എന്നിട്ടും അയാളെ ഇങ്ങനെ ഒരു ചതിക്കുഴിയിലേക്ക് തള്ളിവിടാൻ അപ്പച്ചിക്ക് മനസ്സ് വന്നല്ലോ. അപാരം തന്നെ.
എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അറിഞ്ഞിടത്തോളം ഈ നാഗേന്ദ്രൻ അത്ര വലിയ കുഴപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് നടന്ന സംഭവങ്ങളൊക്കെ ഓർത്ത് അയാളുടെ മനസ്സിൽ ചെറിയ വിഷമങ്ങളും അതുപോലെ ദേഷ്യവും വൈരാഗ്യവും പകയൊക്കെ ഉണ്ടാകും. അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും അതൊക്കെ സംസാരിച്ച് നമ്മൾ രണ്ടും അനുനയിപ്പിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ മുത്തച്ഛനാണെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് ആകെ കിളി പോയ അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. അന്ന് നാഗേന്ദ്രൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കേണ്ടതായിരുന്നു, അയാൾക്ക് പറയാനുള്ള ഒരു അവസരം കൊടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ മുത്തച്ഛൻ ഇങ്ങനെ ചിന്തിച്ച് പോവുകയാണ്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 23 വർഷം അയാൾ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു. അയാളുടെ ജീവിതത്തിന്റെ പകുതി ഭാഗം അങ്ങനെ പോവുകയും ചെയ്തു. അപ്പോൾ ജയനും അജയനും ഒക്കെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അതേ അച്ഛാ, നമ്മളന്ന് അയാൾ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അയാൾക്കും ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടായിരുന്നു. അയാളത് പറയാൻ തുനിഞ്ഞപ്പോൾ പോലും നമ്മൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചെന്നുള്ളത് നമ്മൾ ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. ജലജയാണ് എല്ലാത്തിനും കാരണമെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. സ്വന്തം ഭർത്താവിനെ പോലും ചതിക്കാൻ ഒരു മടിയില്ലാത്തവളാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ. ശരിക്കും ഇവളെയായിരുന്നു ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കേണ്ടിയിരുന്നത്. എങ്കിൽ ഈ വീട്ടിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു അച്ഛാ. എല്ലാം വൈകിപ്പോയി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആകെ ഇങ്ങനെ സങ്കടത്തിലിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നാഗേന്ദ്രയെ തിരിച്ചു വിളിക്കണം. സംഭവിച്ചു പോയ തെറ്റിനൊക്കെ അയാളോട് ക്ഷമ ചോദിക്കുക ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അതിനൊരു പരിഹാരം ആകുള്ളൂ. എല്ലാത്തിനും കാരണക്കാരിയായ ജലജയാണ് ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കേണ്ടത്. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും അവൾ ആരോടും പറയാതെ എല്ലാം മറച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നോ? പോരാത്തതിന് അവൾ ആ നെക്ലേസ് ലോക്കറിൽ കൊണ്ട് സൂക്ഷിക്കുക ചെയ്തത്. എന്നിട്ട് ഒന്നും അറിയാത്ത അയാളെ അവൾ എല്ലാത്തിലും കുറ്റപ്പെടുത്തി. അച്ഛൻ അയാളെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടപ്പോൾ പോലും ഒരു മനസ്സിലും അവൾക്ക് തോന്നിയില്ലല്ലോ. തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ്, തൻ്റെ 2 കുഞ്ഞുങ്ങളുടെ അച്ഛനാണെന്നൊരു കരുണ പോലും അവളുടെ മനസ്സിൽ തോന്നിയില്ലല്ലോ. അങ്ങനെയുള്ള നീയൊക്കെ ഒരു സ്ത്രീയാണോ എന്നൊക്കെ ചോദിച്ച ദേവയാനി ജലജയെ അടച്ചാക്ഷേപിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, ദേവയാനി പറഞ്ഞതാ സത്യം. അവൾക്ക് അവളോട് മാത്രമേ സ്നേഹമുള്ളൂ. അവളുടെ ഭർത്താവിനോടോ അവൾ പ്രസവിച്ച അവളുടെ മക്കളോട് പോലും അവൾക്ക് സ്നേഹമില്ല. അതിനും കൂടി ചേർത്ത് അവൾക്ക് പണത്തിനോടും സ്വർണത്തിനോടും ഒക്കെയാണ് ആർത്തി. അവൾ അതിനെയൊക്കെയാണ് സ്നേഹിക്കുന്നത്. അതേ വഴിയിലൂടെ തന്നെ അവൾ അവളുടെ മക്കളെയും വളർത്തി. ഒരുപക്ഷെ നാഗേന്ദ്രൻ ഈ തറവാട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അഭിയും അവന്തികയും ഒന്നും ആ വഴിക്ക് പോവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അയാളെ പുറത്താക്കാൻ അവൾ അന്ന് അങ്ങനെ ഒരു ചതി ചെയ്തതാണെന്നൊക്കെ മുത്തശ്ശനും പറയുക കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും നാഗേന്ദ്രയെ തിരിച്ചു വിളിക്കണം, തിരിച്ചു വിളിച്ച് അയാളോട് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ. അപ്പോഴേക്കും ആദർശം നയനയും കൂടി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ട് മുത്തശ്ശ. ഒരു നിരപരാധിയായ ആളെയാണ് ഇത്രയും നാളും നമ്മൾ ശിക്ഷിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇനി അത് സമ്മതിച്ചുകൂടാ. അയാളുടെ മനസ്സിലുള്ള പകയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അയാളെ വിളിച്ച് സംസാരിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാത്ത പക്ഷം അയാൾക്ക് മുത്തശ്ശനോടുള്ള ദേഷ്യം കുറയാൻ പോകുന്നില്ല. അതുകൊണ്ട് മുത്തശ്ശനും അയാളും ഒക്കെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് നല്ലതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞുണ്ട്, എങ്കിൽ അയാളെ ഇങ്ങോട്ടേക്ക് വിളിക്കാം, അയാൾ ഇവിടെ എടുത്ത് സംസാരിക്കാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആദർശനെ നാഗേന്ദ്രയെ വിളിക്കാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ നാഗേന്ദ്രൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പഴയകാല കാര്യങ്ങളൊക്കെ അറിഞ്ഞുവെന്നും നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്നും മുത്തശ്ശൻ നിങ്ങളെ കാണാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് തറവാട്ടിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് നാഗേന്ദ്രയെ. അങ്ങനെ നാഗേന്ദ്രയും കൂട്ടി ആദർശ തിരികെ തറവാട്ടിലേക്ക് എത്തുന്നത് കാണുമ്പോഴേക്കും ജലജയ്ക്ക് ഭയങ്കര പേടിയും വെപ്രാളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അവധിക്കും അബിക്കുമൊക്കെ തൻ്റെ അച്ഛൻ തറവാട്ടിലേക്ക് എത്തിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ മുഖത്ത്. അവധിക്കും അബിക്കും ഒക്കെ ഇപ്പം ജലജയുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരവരുടെ അച്ഛൻ്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതും. നാഗേന്ദ്രൻ തിരിച്ച് തറവാട്ടിലേക്ക് എത്തിയതിനു ശേഷം മുത്തശ്ശൻ നാഗേന്ദ്രയോട് മാപ്പ് പറയുകയും അതുപോലെ തന്നെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അന്ന് തന്നെ നീ ഈ സത്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറയേണ്ടതായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ജലജയാണ് ആ നെക്ലേസ് മോഷ്ടിച്ച് ലോക്കറിൽ വെച്ചിരിക്കുന്നതെന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ ഒരു ചതി ചെയ്ത അവളെ അന്ന് തന്നെ ഈ തറവാട്ടിൽ നിന്ന് ഞാൻ അടിച്ചു പുറത്താക്കിയേനെ. പകരം സത്യസന്ധമായി ജോലി ചെയ്തിരുന്ന നിന്നെ ഞാൻ ഈ തറവാട്ടിൽ വാഴിക്കുകയും ചെയ്തേനെന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ നാഗേന്ദ്രൻ തിരിച്ച് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ഒരുപാട് ആവശ്യപ്പെട്ടതല്ലേ, എൻ്റെ ഭാഗം കേൾക്കാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ജലജ പറഞ്ഞാണ് സത്യമെന്ന് വിശ്വസിച്ച് എന്നെ പുറത്താക്കിയായിരുന്നു ചെയ്തത്. അന്ന് സഹിക്കാവുന്നതിലും അപ്പുറം അപമാനങ്ങൾ ഏറ്റുവാങ്ങിയ ഞാൻ ഇവിടുന്ന് പടിയിറങ്ങിയത്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് മൂർത്തീസ് ജ്വല്ലറിയെക്കാളും അനന്തപുരി തറവാട്ടിനേക്കാളും ഉയർച്ചയിലെത്തണമെന്നൊക്കെ. അത് ഞാൻ എത്തുകയും ചെയ്തു. അന്നു മുതൽ എൻ്റെ മനസ്സിൽ ഒരുതരം വാശിയായിരുന്നു, എങ്ങനെയെങ്കിലും എന്നെ താഴ്ത്തി കെട്ടിയവരുടെ മുമ്പിൽ അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കണം, അവരെക്കാൾ ഉയർച്ചയിൽ ജീവിക്കണം എന്നൊക്കെ. അതുപോലെ എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പതിയെ പതിയെ അവരുടെ അമ്മ അറിയാതെ തന്നെ എൻ്റെ മക്കൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങി. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. എന്നെ എൻ്റെ മക്കൾ മനസ്സിലാക്കിയല്ലോ, എനിക്കത് മതി എന്നിങ്ങനെ നാഗേന്ദ്ര പറയുമ്പോഴേക്കും മുത്തശ്ശിയും ജയനും അജയനും ഒക്കെ കൂടി വന്ന് മാപ്പ് പറയുകയാണ് കേട്ടോ. നാഗേന്ദ്രയെ അന്ന് അപമാനിച്ച് വിട്ടത് ശരിയായില്ല എന്നും അത് ഞങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചു പോയ ഒരു തെറ്റാണ്, പൊറുക്കണമെന്നൊക്കെ പറഞ്ഞ് നാഗേന്ദ്രയോട് എല്ലാവരും ക്ഷമ ചോദിക്കുകയും നാഗേന്ദ്രയെ പിന്നെയും
നാഗേന്ദ്രയോട് എല്ലാവരും ക്ഷമ ചോദിക്കുകയും അയാളോട് സ്നേഹത്തോടെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ഇതേപോലൊരു വലിയ ചതി ചെയ്തിട്ട് ഒന്നും അറിയാത്തവളെ പോലെ ഇരിക്കുന്ന ജലജയെ മുത്തശ്ശൻ തറവാട്ടിൽ തന്നെ അടിച്ച് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ തറവാട്ടിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം ഈ ജലജയാണല്ലോ അഭിയും അവന്തികയും കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിക്കുന്നതും. അതുകൊണ്ട് ജലജയുടെ ശരിക്കുള്ള സ്വഭാവം എല്ലാവർക്കും മനസ്സിലാവുകയും ജലജയെ തന്നെ തറവാട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയും ചെയ്യുകയാണ് മുത്തശ്ശൻ. നിനക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവുമില്ലാതെ എൻ്റെ സ്വന്തം മോളെപ്പോലെ തന്നെയാണ് ഞാൻ വളർത്തിയത്. എന്നിട്ട് നിനക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം കഴിപ്പിച്ചു തന്നു. എന്നിട്ട് നിനക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിൽ തൃപ്തിയല്ലായിരുന്നു, എല്ലാം നേടിയെടുക്കണം എന്നുള്ളൊരു ആർത്തിയായിരുന്നു നിന്റെ മനസ്സിൽ എപ്പോഴും. അതുകൊണ്ട് തന്നെ നീ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല ജലജയെ. എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എല്ലാം നിന്റെ കൈവിട്ടു പോയി, നിന്റെ മക്കൾ പോലും. ഇനി ഭർത്താവും മക്കളും ആരുമില്ലാതെ, കൂടപ്പറപ്പുകളോ സഹോദരങ്ങളോ അച്ഛനോ അമ്മയോ പോലും ഇല്ലാതെ, ഒരു ബന്ധുക്കളും ഇല്ലാതെ നീ തനിയെ ജീവിക്കേ. അതാണ് നിനക്കുള്ള ശിക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ജലജയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുകയാണ്. അവസാനം ജലജ എല്ലാവരുടെയും കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുകയാണ് കേട്ടോ. എനിക്കൊരു തെറ്റ് പറ്റി പോയതാ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റൊന്നും സംഭവിക്കില്ല. എല്ലാവരും എന്നോട് പൊറുക്കണം, ക്ഷമിക്കണം. എന്നെ ഈ തറവാട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കരുത്. എനിക്ക് ഇവിടുന്ന് പോകാൻ ഒരിടമില്ല. ഇവിടുന്ന് പോയി ഞാൻ എവിടെ താമസിക്കാനാ? എനിക്ക് കയറി കിടക്കാൻ വേറൊരു വീടില്ല, എനിക്ക് വേറെ ആരുമില്ല. ഞാൻ ചെയ്തൊക്കെ തെറ്റായി പോയി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ് ജലജ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്